ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്കുണ്ടായിട്ടുള്ള ഒരു ദുരനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ നേരത്ത് ഞാൻ എൻ്റെ വോയിസ് റെക്കോർഡ് ചെയ്തതാണ്. പക്ഷേ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴാണ് റെക്കോർഡ് ആയില്ല എന്നറിഞ്ഞത്. അതുകൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്യുകയാണ്. അപ്പം എനിക്കൊരു ദുരനുഭവം ഉണ്ടായി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു അമ്പലത്തിൽ നിന്ന് ഇത്രയും മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ ശ്രീ പത്മനാഭ ക്ഷേത്രത്തിൽ തൊഴാൻ പോയിട്ടുണ്ട്. ട്രിവാൻഡ്രത്തെ വൺ ഓഫ് ഫേമസ് ആയിട്ടുള്ള ശ്രീ പത്മനാഭ ക്ഷേത്രം എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ അവിടെ ഞാൻ തൊഴാനായിട്ട് പോയി. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആറ്റുകാലും പഴവങ്ങാടിയും ഒക്കെ തൊഴുതതിന് ശേഷമാണ് ഈ അമ്പലത്തിലേക്ക് നമ്മൾ പോയത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്, ഞാൻ ഇതിന് മുമ്പ് ഒരു 4 തവണ പോയിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പോകാൻ നേരത്ത് വൃശ്ചിക മാസം ആയതുകൊണ്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് സ്വാമിമാരൊക്കെ ഉണ്ടായിരുന്നു. കാരണം ശബരിമലയിൽ പോയിട്ട് വരുന്നവരൊക്കെ ഈ അമ്പലത്തിൽ കയറിയിട്ടേ പോകത്തുള്ളൂ. അപ്പം ഒരുപാട് സ്വാമിമാരും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ബാഗൊക്കെ പുറത്ത് വെച്ചു, ഫോണൊക്കെ പുറത്ത് വെച്ച്, മുണ്ടൊക്കെ ഉടുത്തിട്ടാണ് നമ്മൾ അകത്ത് കയറി ഒരു 2 മണിക്കൂർ ക്യൂവിൽ നിന്നിട്ടാണ് നമ്മൾ തൊഴുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. നമ്മൾ ദർശനമൊക്കെ നടത്തി പുറത്തിറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, ഇവിടെ അന്നദാനം കൊടുക്കുന്നുണ്ട്, എല്ലാ ദിവസവും ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, എങ്കിൽ നമുക്ക് കഴിച്ചിട്ട് പോകാം, ഭഗവാന്റെ പ്രസാദമല്ലേ, കഴിക്കാതെ പോകണ്ട. അത് ആദ്യമായിട്ട് അവൾ ഇച്ചിരി ദൂരത്ത് നിന്നാണ് വരുന്നത്. അപ്പോൾ അവൾ പറഞ്ഞു, ഇത്രയും ദൂരത്തുനിന്ന് ഞാൻ വരുമ്പോഴേക്കും കഴിച്ചിട്ടെങ്കിലും പോകുമ്പോൾ എനിക്കൊരു സന്തോഷമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്നദാന മണ്ഡപത്തിൻ്റെ അവിടെ പോയി. അപ്പോൾ ഇത് ഓപ്പണായി. നമ്മൾ അവിടെ ഒരു മണിക്കൂർ ക്യൂവിൽ നിന്നിട്ടാണ് നമുക്ക് ഈ ഫുഡ് കിട്ടിയത്. കാരണം സ്വാമിമാർ ഒത്തിരി ആൾക്കാർ ആ ടൈം ആയപ്പോൾ തൊഴുതിട്ട് ഇറങ്ങി എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ പോയി നമ്മൾ ഫുഡ് മേടിക്കാനായിട്ട് പ്ലേറ്റ് തന്നു. അപ്പോൾ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഈ കറിയും 3 കറികൾ സെപ്പറേറ്റ് ഇടാൻ പറ്റും, ചോറ് സെപ്പറേറ്റ് ഇടാൻ പറ്റുന്ന ടൈപ്പ് പ്ലേറ്റ് തന്നു നമ്മൾ. അപ്പം തരാൻ നേരത്തെ ഇവർ പറഞ്ഞു, ചോറ് കുറച്ചേ മേടിക്കുള്ളൂ, ഒരുപാട് മേടിച്ച് വേസ്റ്റ് ചെയ്യരുതെന്ന് വേറൊരാളോട് പറഞ്ഞു. അപ്പോൾ ഇത് ഞാൻ കേട്ടിട്ട് ഞാൻ പോയപ്പോൾ കുറച്ച് ചോറേ മേടിച്ചുള്ളൂ, ഒരുപാട് ചോറൊന്നും മേടിച്ചില്ല, കുറച്ച് ചോറ് മേടിച്ചതിന് ശേഷം അകത്ത് പോയി കഴിച്ചിട്ട് അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ നമ്മുടെ പ്ലേറ്റ് കഴുകണം. അപ്പോൾ കഴുകാനായിട്ട് അവിടെ പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പോയി കഴുകി. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കഴുകി തിരിച്ച് കൊടുത്തപ്പോഴേക്കും ഈ ഒരു പുള്ളി അവിടെ ഉണ്ട്. ആ പുള്ളി അദ്ദേഹം സ്ഥലത്തിൻ്റെ നടുക്കിരുന്നിട്ട് ആ പുള്ളി മേടിച്ചിട്ട് ഈ വെള്ളത്തിൽ മുക്കി വെക്കുകയാണ് ചെയ്യുന്നത്, ചൂടുവെള്ളത്തിൽ അവിടെ മുക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് പിന്നെ അറിയുന്നത്, ഞാൻ ഇതിനു മുമ്പ് ആ അമ്പലത്തിൽ പോയി കഴിച്ചിട്ടില്ല. ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ അവിടെ പോയി കഴിക്കാൻ പോകുന്നത് തന്നെ. അപ്പം ഞാൻ ഇത് കൊണ്ട് കൊടുത്തപ്പം ഈ പാത്രത്തിൻ്റെ ഈ ചെറിയ ഇതിലൊക്കെ അച്ചാറിൻ്റെ എണ്ണമായി ഇതുമൊക്കെ ഇരുന്ന്. അപ്പം എന്നോട് പറഞ്ഞു, ഇതിനകത്ത് വേസ്റ്റ് ഇരിക്കുന്നു, പോയി ഒന്നും കൂടെ വൃത്തിയായിട്ട് ഇത് പോരാ, വൃത്തിയായിട്ട് കഴുകാൻ എന്നോടും എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് പറഞ്ഞു. അവിടെ നിന്നുകൊണ്ട് എന്നിട്ട് പറഞ്ഞു, ഉറക്കെയാണ് ഇതെല്ലാം പറയുന്നത്. ഉറക്കെ പറഞ്ഞു, മറ്റുള്ള സ്വാമിമാർക്കും കൊടുക്കണ്ടേന്ന് പറഞ്ഞ് പുള്ളി ഇങ്ങനെ ദേഷ്യപ്പെട്ടു. അപ്പം ഞങ്ങൾ രണ്ടും ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ പാത്രം ഞാൻ തന്നെ മേടിച്ച്, എൻ്റെ ഫ്രണ്ടിൻ്റെ പാത്രം ഞാൻ മേടിച്ച്, എൻ്റെയും എൻ്റെ ഫ്രണ്ടിൻ്റെയും പാത്രം ഞാൻ തന്നെ കുറേ ടൈം എടുത്ത് കഴുകി, അതിൻ്റെ അപ്പുറവും ഇപ്പുറവും എല്ലാം വൃത്തിയായിട്ട് കഴുകി, നീറ്റാക്കി കഴുകി, വേറെ ഉണ്ടോയെന്ന് ദൂരെയൊക്കെ വെച്ച് കുറേ നേരം ഞങ്ങൾ രണ്ടുപേരും വേറെ എച്ചിൽ വല്ലതും ഉണ്ടോ എന്നൊക്കെ എല്ലാം നോക്കി. കാരണം ആദ്യം ഒരു വട്ടം പുള്ളി അത്രയും വേറെ മുന്നേ വെച്ച് പറഞ്ഞു. കാരണം അത് നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് പുള്ളി പറഞ്ഞത്. കാരണം മറ്റുള്ളവർക്ക് ആഹാരം കൊടുക്കാനുള്ളത് നമ്മൾ വേസ്റ്റ് ഇടുമ്പോൾ ഇത് ഇവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇനിയെങ്കിലും പുള്ളി പറയാതിരിക്കാൻ വേണ്ടി, അതുമല്ല ആദ്യം പറഞ്ഞ കുറേ പേര് കേട്ടിട്ട് നമ്മളോട് പറഞ്ഞു ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു. അപ്പം നമുക്കൊരു വല്ലായ്മ തോന്നി. പക്ഷെ നമ്മൾ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോയി അത് കഴുകി വൃത്തിയായിട്ട് ഇനിയെങ്കിലും പുള്ളിയെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, പുള്ളി ഇനിയെങ്കിലും ഒന്നും പറയരുതെന്ന് പറഞ്ഞ് നീറ്റായിട്ട് കഴുകി കുറേ ടൈം എടുത്ത് വെച്ച് നോക്കി. അപ്പോൾ എൻ്റെ ഫ്രണ്ട് 2 പാത്രം ഞാനാണ് മേടിച്ചത്. അപ്പോൾ ആ പാത്രങ്ങൾ തമ്മിൽ ചിലപ്പോൾ മാറിപ്പോയിരിക്കാം. ഞാൻ എൻ്റെ ഫ്രണ്ടിന് ഒരു പാത്രം കൊടുത്തു, ഞാനും പാത്രം കൊടുത്തിട്ട് പറഞ്ഞു, അവിടെ അവരുടെ കൈ കൊടുത്തിട്ട് നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവള് പോയി ആ പുള്ളിയുടെ കൈ കൊടുത്തു, പുള്ളി ആ പാത്രം മേടിച്ച് വെള്ളത്തിൽ മുക്കി. എൻ്റെ പാത്രം മേടിച്ചിട്ട് പറഞ്ഞു, ഇത് കഴുകിയിട്ടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ കഴുകി ഇല്ല, സോപ്പും ഇതും ഇട്ട് ഒന്നും കൂടെ കഴുകിയിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ നീറ്റായിട്ടാണ് കഴുകിയത്. ഇല്ല, താൻ കഴുകിയിട്ടില്ല എന്ന് പറഞ്ഞു. നിൽക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ എന്നെ അവിടെ പിടിച്ച് നിർത്തി കഴുകിക്കൊണ്ട് വരുന്ന ഓരോ ആൾക്കാരുടെയും പാത്രം കാണിച്ചിട്ട് പറയും, എൻ്റെ പാത്രം വെളുത്തിട്ടില്ല, ആ ആളുടെ പാത്രം വെളുത്തിട്ടുണ്ട്, അതായത് ആ കഴുകിക്കൊണ്ട് വന്ന ആളുടെ വെളുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എങ്ങനെ വെളുപ്പിക്കാൻ? എൻ്റെ പാത്രം ഒന്നാമത് കളറ് മാറ്റമുണ്ട്, കളറിൽ ചേഞ്ച് ഉണ്ട്. ആ പാത്രം ഞാൻ എങ്ങനെ വെളുപ്പിക്കാനുള്ള മാജിക്കോ കാര്യങ്ങളോ? അവർ തന്ന പാത്രം ഓൾറെഡി ആ കളറിലാക്കിയിട്ടത്. ആ പാത്രത്തെ ഞാൻ എങ്ങനെ വെളുപ്പിക്കും? അതിനകത്ത് എന്തെങ്കിലും എച്ചിലോ കാര്യങ്ങളോ വീണ്ടും കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഒന്നും കൂടെ കൊണ്ട് കഴുകാൻ പറയുന്നതിൽ കാരണമുണ്ട്. കാരണം ആദ്യം കണ്ടുപിടിച്ചുകൊണ്ട് ആണ് നമ്മൾ പോയി കഴുകിയിട്ട് വീണ്ടും കൊണ്ട് കൊടുത്തത്. വീണ്ടും അതിൽ എച്ചിലൊന്നുമില്ല. അതുമല്ല, ഞാനാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ പാത്രം കഴുകിയത്. ആ പാത്രം മേടിച്ച് ഇയാൾ ഒരു കുറ്റം പറയാതെ ഇട്ടു. എൻ്റെ പാത്രം
മാത്രം എടുത്ത് വെച്ച് നോക്കിയിട്ട് എല്ലാവരും മുന്നേ, അതും പുള്ളി നടുക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ചുറ്റും ആൾക്കാർ, ഇഷ്ടം പോലെ ആൾക്കാർ നിൽക്കുക. അവരെയൊക്കെ മുമ്പ് വെച്ച് എൻ്റെയും വേറെ ആൾക്കാരുടെയും പാത്രങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുക. അവിടെ വെച്ച് ഭയങ്കര ഒച്ചയിലാണ് പുള്ളി പറഞ്ഞത്. അല്ലാതെ എന്നെ മാറ്റി നിർത്തി രഹസ്യമായിട്ട് പറഞ്ഞെങ്കിലൊന്നും എനിക്കൊരു വിഷമവും വരത്തില്ല. ഇതെല്ലാവരും കേൾക്ക് ആദ്യത്തെ ഒരു തവണ പറഞ്ഞു. കാരണം ആ തവണ നമ്മുടെ കയ്യിൽ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത്രയും നീറ്റാക്കി കൊടുത്തിട്ടും പറയും ഇത് ഈ പ്രശ്നമാണ്, ഇത് നിങ്ങൾ കഴുകിയിട്ടില്ല എന്ന് എന്നെ മാത്രം അവിടെ വെച്ച് ഞാൻ ആദ്യം കഴുകിയത് മോശമായതുകൊണ്ട് അയാൾ കരുതി കാണും വീണ്ടും കഴുകുമ്പോൾ അവർക്ക് മോശം, അതുകൊണ്ട് വീണ്ടും കഴുകിപ്പിക്കാമെന്ന് വിചാരിച്ചു വല്ലതും കാണും. അല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലും മുൻവൈരാഗ്യം വല്ലതും ഉണ്ടാവും. എന്നിട്ട് അവിടെ നിന്ന് അത്രയും എന്നെ പറഞ്ഞു ഞാൻ കഴുകിയെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചിറങ്ങി വന്നു. എനിക്ക് പക്ഷേ ഭയങ്കരമായിട്ട് വിഷമമായി. കാരണം ആദ്യമായിട്ടാണ് ഒരു അമ്പലത്തിൽ നിന്ന് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. ഇതിന് മുമ്പൊക്കെ അന്നദാനങ്ങൾ പല അമ്പലത്തിൽ നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ പാത്രം കഴുകി അവർക്ക് കൊടുക്കുക, അവർ കഴുകിയിട്ടാണ് ബാക്കി ചെയ്യുന്നത്. അപ്പം നമുക്കതിനെ പറ്റി ഈ അമ്പലത്തിൽ ഇങ്ങനെയാണെന്നൊന്നും നമുക്കറിയത്തില്ല. ഫസ്റ്റ് ടൈമാണ് നമ്മൾ പോയത്. അപ്പം ആദ്യം ശരിയാണ്, നമ്മൾ കഴുകിയത് മിസ്റ്റേക്ക് ഉണ്ട്. അവർ പറഞ്ഞു തന്നപ്പോൾ നമുക്ക് മനസ്സിലായി നീറ്റായിട്ട് കഴുകണം. കാരണം ഇവർ രണ്ടാമത് കഴുകാറില്ല, ഇത് കഴുകിയിട്ട് നമ്മൾ വേണം ചൂടുവെള്ളത്തിൽ വെച്ചാൽ കൊടുക്കുന്നതെന്ന് നമുക്ക് ആദ്യം പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അപ്പം നമ്മൾ രണ്ടാമത് കഴുകിയിട്ട് വന്നപ്പോൾ അത്രയും വൃത്തിയായിട്ട് വന്നിട്ട് പോലും എൻ്റെ പാത്രം വെളുത്തില്ല. അതാണ് അയാൾ കണ്ടതിൽ മിസ്റ്റേക്ക്. അതും കണ്ടത് ഈ രഹസ്യമായിട്ട് പറഞ്ഞെങ്കിൽ കുഴപ്പമില്ല. എല്ലാവരും മുന്നേ വെച്ച് മലയാളം അറിയുന്നവരുടെ മുമ്പെയൊക്കെ വെച്ചാണ് അത് നടുക്കായിട്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഉറക്കെയാണ് പറയുന്നത്. അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. കാരണം ഈ കഴിഞ്ഞൊരു മാസം എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി ഞാൻ കുറച്ച് മെൻ്റൽ ട്രോമയായിരുന്നു. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളിലൂടെ, അതുപോലെ ഫിസിക്കലി എനിക്ക് ഒട്ടും വയ്യ. കാരണം അത്രയും ക്യൂവിലൊന്നും നിൽക്കാനുള്ള ശേഷിയില്ല. അപ്പം നിങ്ങളെല്ലാവരും ചോദിക്കുക എന്നിട്ട് എന്തിനാണ് പോയതെന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് പോയി ഇത്രയും മണിക്കൂറോളം നിന്നത്. അല്ലാതെ ഒന്നും ഇല്ല. ഇപ്പോൾ നമ്മൾ ഇത്രയും മണിക്കൂർ പോയി അന്നദാനം കഴിക്കണമെന്നില്ലായിരുന്നു. കാരണം എനിക്ക് അത്രയും നേരം നിൽക്കാനുള്ള ഒരു സ്റ്റെബിലിറ്റി ഇല്ല. കാരണം ആക്സിഡൻറ്റിന് ശേഷം ഞാൻ കുറച്ച് വീക്കാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത്രയും നേരം നിൽക്കാൻ പറ്റിയില്ലെങ്കിലും അവൾ പറഞ്ഞു പ്രസാദമല്ലേ, ഭഗവാന്റെ പ്രസാദമല്ലേ എന്ന് പറഞ്ഞാണ് അത്രയും നേരം നിന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് മെൻ്റൽ ട്രോമയിൽ പോയിക്കൊണ്ടിരുന്ന ഞാൻ അമ്പലങ്ങളിൽ ഒരിടത്തും പോകുന്നില്ല. പോലീസ് സ്റ്റേഷനും ഹോസ്പിറ്റലും അല്ലാതെ വേറെ ഒരു സ്ഥലങ്ങളിലും അങ്ങനെ പോകാറില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വിളിച്ചപ്പോൾ എനിക്ക് തോന്നി എനിക്ക് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഒരു സന്തോഷം കിട്ടും, ദൈവങ്ങളെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുമെന്ന് പറഞ്ഞാണ് അവിടെ പോയത്. അപ്പോൾ അവിടെ പോയപ്പോഴും നമ്മളെ എല്ലാവരും മുന്നേ വെച്ച് ഭയങ്കരമായിട്ട് പറഞ്ഞ്, അത് എൻ്റെ പാത്രത്തിൽ മാത്രമേ മിസ്റ്റേക്ക് കണ്ടുള്ളൂ. ഞാൻ കഴുകി കൊടുത്ത വേറെ പാത്രത്തിൽ അങ്ങനെ എനിക്ക് തോന്നുന്നു പുള്ളിക്ക് അറിയത്തില്ല എന്നാൽ ആ പാത്രവും ഞാനാണ് കഴുകി. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ആ പാത്രം കൂടെ എടുത്ത് വെച്ച് കാണിച്ചേനെ ഇത് രണ്ടും ക്ലിയർ ആയില്ല എന്ന്. എന്നോട് എന്തോ ഒരു വ്യക്തിവൈരാഗ്യം പോലെ. എനിക്ക് പുള്ളിയെ ആദ്യമായിട്ടാണ് ഞാൻ പുള്ളിയെ കാണുന്നതും പുള്ളിയോട് ഇങ്ങനെ പറയുന്നത്. അല്ലാതെ എനിക്ക് ഈ പുള്ളിയുമായിട്ട് യാതൊരു വ്യക്തിവൈരാഗ്യം ഒന്നുമില്ല. എന്നിട്ട് പോലും എന്നെ ടാർഗറ്റ് ചെയ്ത് രണ്ടാമത് വന്നിട്ടും അതും എത്രയോ പാത്രങ്ങൾ വെച്ച് കമ്പയർ ചെയ്യാൻ അത് കഴിഞ്ഞ് എന്നെ വിടാതെ അവിടെ പിടിച്ചു നിർത്തിയിട്ടാണ് പാത്രങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്ത് കാണിച്ചിട്ട് പറയുന്നത്. അപ്പോൾ ഇതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഫോൺ നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിച്ച് താഴെ വെക്കും. ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടതിന്. കാരണം എല്ലാവരും അറിയണം. കാരണം ഞാൻ അവിടെ ആ ടൈമിൽ എൻ്റെ മനസ്സിലൂടെ പോയ വിഷമങ്ങളും സങ്കടങ്ങളും ചിലപ്പോൾ ചിലർക്ക് ഇത് കേൾക്കുമ്പോൾ തോന്നി ഇതിലൊക്കെ എന്താണ് വിഷമിക്കുക എന്നുള്ളതെന്ന്. എനിക്ക് പക്ഷേ കഴിഞ്ഞ ഒരു മാസമായിട്ട് വളരെ വിഷമത്തിലൂടെയൊക്കെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ വീണ്ടും ഒരു വിഷമം കൂടെ ആകുമ്പോൾ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. അപ്പം ചിലർക്ക് തോന്നും ഇത് ഒട്ടും വിഷമിക്കാനായിട്ടൊന്നും ഇല്ല, നിങ്ങളുടെ കയ്യിൽ മിസ്റ്റേക്കാണ്. പക്ഷേ നമ്മൾ ആദ്യം കഴുകിക്കൊണ്ട് കൊടുത്തിട്ട് പോലും വീണ്ടും നമ്മളെങ്ങനെ കുറ്റപ്പെടുത്താനായിട്ട്, അത് എല്ലാവരും മുന്നേ വെച്ച് അല്ല രഹസ്യമായിട്ട് എന്നോട് പറഞ്ഞെങ്കിൽ എനിക്ക് അത്രയും പ്രയാസം വരത്തില്ല. ഇത് എല്ലാവരും മുന്നേ വെച്ച് പാത്രം വെളുത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മളെ ഒത്തിരി പറയുക. അതും ഞാൻ ചെയ്ത തെറ്റെന്തോ അന്നദാനം കഴിച്ചു. കാരണം 1 മണിക്കൂർ വയ്യാത്ത കാലും വെച്ചുകൊണ്ട് 2 മണിക്കൂർ നിന്ന് തൊഴുതു. അത് പോരാഞ്ഞിട്ട് 1 മണിക്കൂർ വീണ്ടും ക്യൂവിൽ നിന്ന് അത്രയും നേരം നിന്ന് ഇച്ചിരി ചോറ് കഴിച്ചു പോയി. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. അതും കഴിച്ചതും വേസ്റ്റ് ചെയ്യാതെ കുറച്ചേ മേടിച്ച് കഴിച്ചുള്ളൂ. എൻ്റെ ഫ്രണ്ട് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ പോയി അന്നദാനം ആ ദൈവത്തിൻ്റെ പ്രസാദം കഴിച്ചത്. പക്ഷേ ഈ കഴിക്കാൻ പോയതാണ് ഞാൻ ചെയ്ത മിസ്റ്റേക്ക്. ഇന്നലത്തോടെ ഞാൻ തീരുമാനിച്ചു ഇനി മേല ഇങ്ങനത്തെ വലിയ അമ്പലങ്ങളിൽ പോയി കഴിക്കാനും പോകുന്നില്ല, തൊഴാനും പോകുന്നില്ല. കാരണം ഭഗവാൻ എല്ലായിടത്തും ഉണ്ട്. നമ്മൾ ഇത്രയും വലിയ അമ്പലങ്ങളിൽ പോയി എന്തിനാണ് ഈ മറ്റുള്ള ആൾക്കാർ ഈ അമ്പലത്തിലെ ഭഗവാനോ അവരെ ഒന്നും ചെയ്തില്ലല്ലോ. കാരണം അവിടുത്തെ സ്റ്റാഫുകൾ കാരണമാണ് നമുക്ക് ഇങ്ങനത്തെ മാനസികമായിട്ടുള്ള പ്രശ്നം വരുന്നത്. അതിൽ 100%ത്തിൽ 90% നല്ല സ്റ്റാഫുകളായിരിക്കും. ബാക്കി 10% ഇങ്ങനത്തെ എന്താ പറയണ്ടേ വരുന്നവരോട് വളരെ മോശമായിട്ട്. നമ്മൾ ശരിക്കും അമ്പലത്തിൽ പോകുന്നത് നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജിക്കൊക്കെ വേണ്ടിയാണ് പോകുന്നത്. പക്ഷേ അവിടെ പോകുമ്പോൾ
നമുക്ക് കിട്ടുന്ന ഫുള്ള് നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ നമ്മൾ അവിടെ എന്തിനാണ് പോകുന്നത്? ഇതേപോലത്തെ ഒരു 10% സ്റ്റാഫ് മതി ഈ സംഭവം ഈ ഇങ്ങനത്തെ അമ്പലങ്ങളൊക്കെ ഇല്ലാതാവും. പിന്നെ ഇവർക്ക് ഈ ഇങ്ങനത്തെ വലിയ വലിയ അമ്പലത്തിനൊക്കെ ആര് വന്നാലെന്താ ആര് പോയാലെന്താ അവരെ ആരോട് എങ്ങനെ പെരുമാറിയാലും അവർക്കൊന്നും തോന്നത്തില്ല. കാരണം അവർക്ക് ആൾക്കാർ ഇനിയും വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അവരോട് ആൾക്കാരോട് എങ്ങനെ വേണമെങ്കിലും പെരുമാറാം എന്നുള്ള ആൾക്കാരാണ് അവരുടെ ചിന്താഗതിയൊക്കെ. അങ്ങനെ എനിക്ക് ഇന്നലെ കണ്ടപ്പോൾ അതാ തോന്നി. കാരണം അവരുടെ ഈ പാത്രം കറുത്ത പാത്രം ഞാൻ വെളുപ്പിച്ച് കൊടുക്കണം. ഞാൻ ചെയ്ത തെറ്റെന്താ, അന്നം കഴിച്ചു പോയി. അവിടുന്ന് തന്നെ അന്നം ഒരു എന്താ പറയണ്ടേ ഒരു വേസ്റ്റ് പോലും ഇല്ലാതെ കഴിച്ചു പോയി. അല്ലാതെ അവരുടെ റൂൾസിന് എഗനിസ്റ്റായിട്ട് ഞാൻ ഫോൺ എടുക്കുകയോ വീഡിയോ എടുക്കുകയോ അല്ലെങ്കിൽ ഞാൻ അവർക്ക് എന്തെങ്കിലും ദോഷമായിട്ടുള്ള എന്തെങ്കിലും ചെയ്തിട്ട് അവരെന്നെ കുറ്റക്കാരിയെ പോലെ നിർത്തിയെങ്കിൽ കുഴപ്പമില്ല. അതും ഇന്നലെ അവിടെ നിർത്തി എന്നെ കുറ്റം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ എന്തോ വലിയ എന്തോ തെറ്റിലോ അല്ലെങ്കിൽ എന്തോ ഈ നമ്മളെന്തോ കേസിലൊക്കെ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ട് നടുക്ക് നിർത്തിയിട്ട് പറയുന്ന പോലാണ് എൻ്റെ പാത്രം എടുത്ത് കമ്പയർ ചെയ്ത് എല്ലാവരും എന്നെ പിടിച്ച് നിർത്തി പറയിച്ചത്. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയണ്ട ഭയങ്കരമായിട്ട് വിഷമമായി. പിന്നെ ഇവർ ഈ മറ്റുള്ള ആൾക്കാർ പാത്രം കഴുകുന്നത് ഇവർ കണ്ടിട്ടില്ല. ഞാൻ കണ്ടതാണ്. ഇന്നലെ നമ്മൾ ഈ കഴുകി തുപ്പുന്ന സിങ്ക് ഉണ്ടല്ലോ, സിങ്കിൽ ഇട്ടിട്ടാണ് ഈ സ്വാമിമാർ പാത്രം കഴുകുന്നത്. കഴുകിയിട്ട് ആണ് ഈ പാത്രം കൊണ്ട് അവർ കൊടുക്കുന്നത്. അപ്പോൾ ഇന്നലെ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അറപ്പായി തോന്നി. കാരണം ഞാൻ കഴുകി തുപ്പുന്നിടത്തൊന്നും ഈ നമ്മൾ ഈ പാത്രം ഇട്ട്, കാരണം മറ്റുള്ളവർക്കൊക്കെ കഴിക്കാനുള്ള പാത്രമല്ലേ, അപ്പം അത് ആ സിങ്കിൽ ഇട്ടിട്ട് കൊണ്ട് ഇത്രയും ഇട്ടിട്ടാണ് അവർ കൊണ്ട് തേച്ച് കൊടുക്കുമ്പോഴാണ് അതിനെ മേടിച്ച് ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് കൊടുക്കുന്നത്. അപ്പം അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ ആകെ രണ്ടാമത് കഴുകിയതിൽ വെളുപ്പിച്ചില്ല. അതാണ് എൻ്റെ പേരിലുള്ള ഏറ്റവും വലിയ പ്രശ്നം. രണ്ടാമത് ഞാൻ കൊടുത്ത പാത്രത്തിൽ രണ്ടാമത് കഴുകിയിട്ട് വെളുപ്പിച്ചില്ല. ആദ്യം ഞാൻ കഴുകിയത് മിസ്റ്റേക്ക് ഉണ്ട്, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം കഴുകുമ്പോൾ നമ്മൾ വൃത്തിയായിട്ട് കഴുകിയില്ല. നമ്മൾ അതുമല്ല അവർ പറഞ്ഞു തന്നപ്പോൾ മനസ്സിലായി അവർ കഴുകാറില്ല, നമ്മൾ കഴുകുമ്പോൾ നല്ല നീറ്റായിട്ട് കഴുകി അവർ ചൂടുവെള്ളത്തിൽ വെച്ച് മുക്കിയിട്ടാണ് കൊടുക്കുന്നത്. അതൊക്കെ നമുക്ക് മനസ്സിലാവും. രണ്ടാമത് കഴുകിയിട്ട് വീണ്ടും അതേ എൻ്റെ ഫ്രണ്ടിൻ്റെ പാത്രവും ഞാൻ കഴുകി, എന്നിട്ട് അതിനൊരു കുറ്റവും ഇല്ലാതെ എന്നെ മാത്രം അവിടെ നിർത്തി എല്ലാവരും മുന്നേ അത് പിടിച്ച് നിർത്തിയിട്ട് ഇത് തന്നെ റിപ്പീറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അല്ലെങ്കിൽ ഇവർക്ക് പറയാം ഞങ്ങൾ കഴുകിക്കോളാം നിങ്ങൾ പോയിക്കോ, അങ്ങനെ പറഞ്ഞാലും തീരാവുന്ന പ്രശ്നമുള്ളൂ. ഇത് ഞാൻ അയാളെ എന്തോ ചെയ്ത പോലാണ്, വ്യക്തിവൈരാഗ്യം പോലാണ് പുള്ളി എന്നോട് എന്താ പറയണ്ട അവിടെ നിർത്തി ആക്ഷേപിച്ചെന്ന് തന്നെ പറയും. കാരണം എനിക്ക് അത്രയ്ക്കും ഫീലായി. എല്ലാവരും മുന്നേ വെച്ച് നമ്മളങ്ങ് ഇല്ലാണ്ടായി പോകുന്ന ഒരവസ്ഥയിലാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിനു മുമ്പും എനിക്ക് ഗുരുവായൂരിൽ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതേസമയം ഞാൻ ഒരുപാട് വേറെ അമ്പലങ്ങളിൽ പോയിട്ടുണ്ട്. വടക്കുന്നാഥനിൽ പോയിട്ടുണ്ട്, പാറമേക്കാവ് പോയിട്ടുണ്ട്, ആറ്റുകാൽ പോയിട്ടുണ്ട്. അവിടെയൊക്കെ എന്തോരം നല്ല ആൾക്കാരാണ് ഉള്ളത്. പക്ഷേ ഇങ്ങനത്തെ വലിയ വലിയ അമ്പലത്തിൽ മാത്രം ഒരു 10% ആൾ. ചോറ്റാനിക്കരെ പോയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് അമ്പലത്തിൽ പോയിട്ടുണ്ട്. ഒരുപാട് അമ്പലത്തിൽ നിന്ന് അന്നദാനം കഴിച്ചിട്ടുണ്ട്. പക്ഷേ അവിടത്തെയൊക്കെ ആൾക്കാർക്ക് നല്ല രീതിയിലാണ് നമ്മളോട് പെരുമാറുന്നത്. കാരണം അവരുടെ പെരുമാറ്റം കാണുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും പോകാനായിട്ട് തോന്നി. ഇതെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇന്നലെ ഞാൻ ചെയ്ത തെറ്റ് അന്നദാനം കഴിച്ചു പോയി, അങ്ങനെ പ്രസാദം അവർ വെച്ച് നീട്ടുമ്പോൾ മേലാ പോരുത്, അല്ലെങ്കിൽ മേലാൻ പോകുമ്പം പാത്രം വെളുപ്പിച്ച് കൊടുക്കാമെന്നുള്ള ഒരു കരാറ് വല്ലതും പറയണം. അല്ലെങ്കിൽ ഇവർ നേരത്തെ മുൻകൂട്ടി പറയണം. ഞങ്ങളുടെ അന്നം കഴിക്കുന്നവരാണെങ്കിൽ പാത്രം അത് ഇച്ചിരി ചോറ്, അതും ഇച്ചിരി ഒരു ചോറിന് വേണ്ടി കഴിച്ചിട്ട് പോകുന്നവരാണെങ്കിൽ പാത്രം നല്ല വെട്ടി വെളുപ്പിക്കുന്ന രീതിയിൽ വിമ്മിൻ്റെയൊക്കെ പരസ്യത്തിൽ കാണുന്ന പോലെ വെട്ടി വെളുപ്പിച്ചിട്ട് വേണം കൊണ്ടു കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പറയണമായിരുന്നു. അല്ലാതെ ഇതൊന്നും അറിയാതെ ചെന്ന് എന്നെ പോലത്തെ ഉള്ള ആരും ചെന്ന് ചാടരുതെന്നാണ് എനിക്ക് പറയുള്ളത്. നമ്മൾ ചിലപ്പോൾ ആദ്യം കഴിയുമ്പോൾ ശരി അതിനകത്ത് ചെറിയ വേസ്റ്റ് ഇരുന്നു, അപ്പം നമ്മുടെ മിസ്റ്റേക്കാണ്, നമ്മൾ നീറ്റായിട്ട് കഴുകിയില്ല. നമ്മൾ സാധാരണ ഞാൻ ഇതിനൊക്കെ മുമ്പ് പോയിട്ടുള്ള അമ്പലത്തിൽ നമ്മൾ കഴിച്ചിട്ട് പാത്രം ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഇവർക്ക് കൊടുക്കുമ്പോഴേക്കും അവരൊന്നും കൂടെ നല്ല വെള്ളത്തിൽ കഴുകിയിട്ടാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇത് ഞാനൊന്ന് നല്ല വൃത്തിയായിട്ട് കഴുകി കൊണ്ട് കൊടുത്തപ്പോൾ അതിൽ ചെറിയ എണ്ണമായി വരുന്നപ്പോൾ ഇല്ല ഒന്നും കൂടെ കഴുകണം. അപ്പം നമുക്ക് മനസ്സിലായി ശരി നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, ഇനി ഈ പാത്രമാണ് ഇവർക്ക് കൊടുക്കാനുള്ളത്. എന്നിട്ടും നമ്മൾ കൊണ്ട് കൊടുത്തിട്ടും അതിൽ വീണ്ടും വീണ്ടും കുറ്റം കാണി അവിടെ പ്രതി പിടിച്ച് നിർത്തിയേക്കുന്ന പോലെ എല്ലാവരും മുന്നേ പിടിച്ച് നിർത്തുക എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ വിഷമം, അതും എൻ്റെ ഒരു മാസമായിട്ട് എൻ്റെ മാനസികാവസ്ഥ ശരിയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് നല്ല എന്താ പറയണ്ടേ നല്ല സന്തോഷമായിട്ട് നമ്മൾ പോകുമായിരുന്നെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഈ ഹോസ്പിറ്റലും പോലീസ് സ്റ്റേഷനും അങ്ങനെ മറ്റു കാര്യങ്ങളുമായിട്ട് ഇറങ്ങിയും കയറിയും നടന്ന് നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ മനസ്സ് ഫുള്ളി നെഗറ്റീവായിട്ട് ഇരിക്കുമ്പോഴാണ് വീണ്ടും വീണ്ടും നമ്മളെ ഇങ്ങനെ നെഗറ്റീവ് ആക്കുന്നത്. വീണ്ടും വീണ്ടും നമ്മൾ പോകുന്നത് തന്നെ ഒരു പോസിറ്റീവ് ഇതിന് വേണ്ടി, ഒരു പോസിറ്റീവായിട്ടുള്ള എന്താ പറയണ്ടേ അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ഇത് കിട്ടും.
നമുക്ക് ദൈവത്തിനെ കാണുമ്പോൾ കുറച്ചും കൂടെ ഒരു സന്തോഷം കിട്ടാൻ പോകുമ്പോഴേക്കും അവിടുത്തെ ഉള്ള ആൾക്കാർ നമ്മളെ സങ്കടപ്പെടുത്തുകയാണ്. അപ്പോൾ അതോടെ ഞാൻ തീരുമാനിച്ചു ഇനി ഇങ്ങനത്തെ ഉള്ള അമ്പലത്തിലൊന്നും പോകാൻ പാടില്ല. കാരണം വലിയ വലിയ അമ്പലത്തിൽ പോകാൻ പാടില്ല. നമ്മൾ പോയാലും തൊഴുതിട്ട് നമ്മുടെ പണി നോക്കി പോകുക, അല്ലാതെ അവിടുത്തെ അന്നദാനം കഴിക്കുക. പണ്ടൊക്കെ ആയിരുന്നു ഭഗവാന്റെ പ്രസാദം നല്ലത്, അല്ലെങ്കിൽ ഭഗവാന്റെ പ്രസാദം കഴിക്കണമെന്നൊക്കെ പറയുന്നത്. ഇപ്പം അങ്ങനെയൊന്നും നമ്മൾ പോയി 1.5 മണിക്കൂർ ക്യൂവിൽ നമ്മുടെ വയ്യാത്ത ശരീരം വെച്ച് ഭഗവാന്റെ പ്രസാദം കഴിക്കാൻ പോയാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇതൊക്കെയാണ്. അവരുടെ വായിരിക്കുന്ന എല്ലാം കേൾക്കേണ്ട അവസ്ഥയാണ് നമുക്ക്. അപ്പോൾ ഇത് എനിക്ക് ഉണ്ടായത് വളരെ മോശമായിട്ടുള്ളൊരു അനുഭവമാണ്. ഇതേപോലെ ഒന്നും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു അമ്പലത്തിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഗുരുവായൂരൊന്നും ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഗുരുവായൂർ ഇത്രയും സംഭവമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇത് പക്ഷേ കഴിച്ച ആഹാരം കഴിച്ചു പോയല്ലോ എന്നുള്ളൊരു എന്താ പറയണ്ടേ, ഒരു റിഗ്രറ്റ്, കഴിച്ചു പോയല്ലോ എന്നുള്ളൊരു തോന്നലും ഉണ്ടായിപ്പോയി. ഞാൻ എന്തിനാണ് കഴിച്ചത്, വേണ്ടാത്ത പണിക്ക് നിന്നല്ലോ എന്നുള്ളൊരു തോന്നൽ വന്നത് ഈ അമ്പലത്തിൽ ഇന്നലെ പോയതോടെയാണ്. അതുവരെ തൊഴുതതിൻ്റെ ആ സന്തോഷം എല്ലാം എനിക്ക് ഈ സംഭവത്തോടെല്ലാം തീർന്നു. കാരണം അതുവരെ നമ്മൾ നല്ല ദൈവത്തിനെ കണ്ടു, എത്ര ക്യൂയിൽ നിന്നാലും കാണാൻ പറ്റി, അതുപോലെ എത്ര ക്യൂയിൽ നിന്ന് അന്നദാനം കഴിച്ചു, അതൊക്കെ ഒരു സന്തോഷമായിരുന്നു. കഴിച്ച് തീർന്നപ്പോഴെല്ലാം വേഗം ദഹിച്ചു, അതുപോലെ വയറും നിറഞ്ഞു. കാരണം ഇവരെയൊക്കെ വായിരിക്കുന്ന കേൾക്കുമ്പോൾ എല്ലാവരും മുന്നേ വെച്ച് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര എന്താ പറയണ്ടേ, ഭയങ്കര സന്തോഷമല്ലോ. കാരണം എല്ലാം മലയാളം അറിയുന്ന കുറേ ആൾക്കാർ നോക്കി നിൽക്കുക. ഒരു പാത്രം എടുത്ത് പൊക്കിയിട്ട് വേറെ പാത്രം പൊക്കിയിട്ട് പറഞ്ഞു ഇത് വെളുപ്പില്ല, ഇത് കണ്ടോ വെളുപ്പുണ്ട്, ഇത് വെളുത്തിട്ടില്ല, ഇത് വെളുപ്പുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും മുന്നേ നമ്മളെ ഒരു വലിയ ക്രൈം ചെയ്ത്, എന്തോ ഒരു വലിയ ക്രൈം ചെയ്തിട്ട് അവിടെ പിടിച്ച് നിർത്തുന്ന പോലെയാണ് ഒത്ത നടുവിൽ നിന്നിട്ട് ഈ പുള്ളി ഇങ്ങനെ കുറേ സമയം കൊണ്ട് ഇങ്ങനെ പറഞ്ഞ് നമ്മളെ പിടിച്ച് നിർത്തുകയാണ്. അല്ലാതെ നമ്മളെ വിടുന്നുമില്ല. പിടിച്ച് നിൽക്ക്, ഞാൻ കാണിച്ച് തരാം, തെളിവ് അടക്കം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പിടിച്ച് അവിടെ നിർത്തിയിട്ടാണ് നമ്മളെ എന്താ പറയണ്ടേ എല്ലാവരും മുന്നേ വെച്ച് ഓരോന്ന് പറയുന്നത്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് മോശം അനുഭവമായിട്ട് തോന്നി. എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം ഇങ്ങനെ എന്നെപ്പോലെ ഇതേപോലെ പല അനുഭവങ്ങൾ കിട്ടിയിട്ടുള്ള ആൾക്കാരും ഉണ്ടാവാം, നമുക്കറിയത്തില്ലല്ലോ. അപ്പം ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഫീലായി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. ആദ്യം ചെയ്യേണ്ടെന്ന് വിചാരിച്ചു, പക്ഷേ ഇന്നലെ കിടന്നിട്ട് പോലും ഉറക്കം പോലും വന്നില്ല. കാരണം അത്രയ്ക്കും മാനസികമായിട്ട് അത്രയ്ക്കും ഞാൻ എന്താ പറയണ്ടേ, എനിക്ക് അത്രയും വിഷമം വന്നു ഒരു സംഭവം ആയതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത്. ഇത് ആ അമ്പലത്തിനെതിരെ അല്ലെങ്കിൽ അമ്പലം പൊളിക്കാനോ അല്ലെങ്കിൽ അമ്പലം അങ്ങനെയൊന്നും അല്ല. ഇത് ചിലപ്പോൾ അവിടുത്തെ ബാക്കി എല്ലാ സ്റ്റാഫുകളും നല്ലതായിരിക്കും. ഇതേപോലത്തെ 10% ആൾക്കാർ മതി ഒരമ്പലത്തിൻ്റെ നമുക്ക് മാനസികമായിട്ട് പിന്നെ അവിടെ പോകണമെന്നൊന്നും തോന്നിക്കരുത്. ഇനി ഇപ്പം തന്നെ ഇന്നലെ തന്നെ ഞാൻ എടുത്തത്, ഇനി ഞാൻ പോകത്തില്ല എന്നാണ് എടുത്തത്. അത് ദൈവത്തിനോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നും അല്ല, എന്നാൽ അവിടുത്തെ പെരുമാറ്റം കണ്ടുകൊണ്ടാണ് ഇനി ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പോയാലും തൊഴുക, ഇറങ്ങുക, അല്ലാതെ വേറെ ഇനി അവിടെ സദ്യ വെച്ചെന്ന് പറഞ്ഞാലും കഴിക്കാൻ പോരുത് എന്ന് ഞാൻ തീരുമാനം എടുത്തു. അപ്പോൾ എനിക്ക് നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഷെയർ ചെയ്തത്. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.